ഇത് കുറച്ച് ദീർഘമായൊരു ചോദ്യമാണ്. ഇതിൽ ഒരു യതീമായ ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത്. അവരുടെ കുറേ കാലം അവർ യതീംഖാനയിൽ കഴിഞ്ഞു. പിന്നെ ബാപ്പി ഇമ്മിയില്ല. വിവാഹത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വിവാഹത്തിലേക്ക് കടന്നത്. ഭർത്താവിനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. ബാപ്പി ഇമ്മി ഇല്ലാത്തപ്പോൾ ഒരു ഭർത്താവിനെ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഒരു 6 മാസം മാത്രമാണ് സന്തോഷത്തോടു കൂടി കഴിഞ്ഞത്. ഇപ്പം ഞാൻ തുടക്കത്തിൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. വീട്ടിലേക്ക് പോകാൻ പോലും താല്പര്യമില്ലാത്ത അത്ര അധികം ഇഷ്ടമായിരുന്നു എന്നാണ്. പക്ഷേ വീട്ടിൽ പിന്നീട് വലിയ വഴക്കുകളായി. അദ്ദേഹം ഭാര്യ എപ്പോഴാണോ ശാരീരികമായ ആവശ്യമുള്ളത് അപ്പം മാത്രം വരും, അല്ലാത്തപ്പോൾ വേറെ സ്ഥലത്ത് പോയി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കുറേ കാലം തുടർന്നു. അങ്ങനെ എനിക്ക് മടുത്തു. സംസാരത്തിനൊന്നും കിട്ടാതായപ്പോൾ ഇവർ പറയണത്, എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഒരാളുമായി കോണ്ടാക്റ്റ് ഉണ്ടായി, ചാറ്റിംഗ് ഉണ്ടായി. ചാറ്റിങ്ങിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഭർത്താവ് അറിഞ്ഞു, പ്രശ്നമായി. ഇത് പറ്റിയതാണ്, തെറ്റാണെന്നൊക്കെ ഞാൻ അംഗീകരിച്ചു, തൗബ ചെയ്തു. ഇനി ആവർത്തിക്കില്ല എന്ന് ഭർത്താവിനോട് ശരിക്കും പറഞ്ഞു. പക്ഷേ എപ്പോഴും ഇപ്പോൾ അതിനെപ്പറ്റി എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കും. ഏതൊരു സംസാരം ഉണ്ടായാലും അവസാനം അതിലേക്കെത്തും. 10-15 കൊല്ലമായി. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കിടയിൽ വെച്ചിട്ടൊക്കെ അത് പറയുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ശാരീരികമായും മാനസികമായും ഒക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. പഴയ പോലുള്ളൊരു ജീവിതം എനിക്കിനി സാധ്യമാകൂലേ എന്ന് പേടിയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നാണ്. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, അധികാരങ്ങളും കഴിവുകളുമുള്ള ആളുകൾ ദുർബലരെ എന്ത് ചെയ്യാണ്, ചൂഷണം ചെയ്യുക, അവരെ മർദ്ദിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. കാരണം വിവാഹം കഴിച്ചു വന്നൊരു പെൺകുട്ടി, അനാഥയായൊരു പെൺകുട്ടി, അവളുടെ സമ്പൂർണ്ണ സംരക്ഷകനായി തീരേണ്ട ഒരു ഭർത്താവ് തികച്ചും നിരുത്തരവാദപരമായി പെരുമാറുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് പ്രത്യേകിച്ചും എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്തരം ചില സാഹചര്യങ്ങളിൽ ഇവർ ചെയ്ത് പിന്നെ ഒരു അവിഹിതമായ ഒരു കോണ്ടാക്ട്സ് വന്നു എന്നുള്ളത് തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. മനസ്സിലായി? അതിപ്പോൾ ഇയാൾ ഇനി എത്ര മോശമാണെങ്കിലും എന്തില്ല, അതിലേക്ക് പോകുന്നതിന് ന്യായമല്ല. അങ്ങനെ ഹറാമുകൾക്ക് ന്യായമുണ്ടെങ്കിൽ ഇവിടെ ഏത് ഹറാമും ഇവരൊക്കെ ചെയ്യാൻ പറ്റും. മദ്യപാനികൾ പറയുന്നവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ മതത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആർക്കും എന്തു പറയും. അപ്പോൾ അതുകൊണ്ട് ഈ ന്യായം ഒരിക്കലും ന്യായമല്ല, അതൊരു അപാകത തന്നെയാണ്. പക്ഷേ സത്യം എന്താ വെച്ചാൽ, തികച്ചും നിരുത്തരവാദപരമായി പെരുമാറിയുന്ന ഒരു ഭർത്താവ്, അകാരണമായി തന്നെ ഇവരെ പരിഗണിക്കാതെ സ്നേഹിക്കാതെ പെരുമാറിയുന്നൊരു ഭർത്താവിന് ഇപ്പോൾ ഇവരോട് പറയാനൊരു കാരണം കിട്ടിയെന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഇവളൊക്കെ പിന്നെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, ആ ജീവിതം തിരിച്ചു കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചും കൂടെയൊക്കെ നിന്ന് ക്ഷമിച്ച് പരമാവധി സ്നേഹത്തോടെ പെരുമാറി നോക്കുക. അപ്പോൾ അയാളുടെ മനസ്സ് മാറുമെന്ന് വിചാരിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കുക. അള്ളാഹുടെ ആത്മാർത്ഥമായി തൗബ ചെയ്ത് ആ തെറ്റിന്ന് മടങ്ങുക എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അതല്ല, ഒരു നിലക്കും അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല, കൂടെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് സംരക്ഷിക്കാനും ഏറ്റെടുക്കാനും ഒക്കെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ വഴികളെ എന്ത് ചെയ്യാൻ സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പശ്ചാത്തലം അനുസരിച്ചുകൊണ്ട് അയാളിൽ തന്നെ ഒരു പ്രതീക്ഷ അർപ്പിക്കുകയും പരമാവധി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തോട് നല്ല നിലക്ക് പെരുമാറിക്കൊണ്ട് ആ പഴയ ബന്ധത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പൊതുവെ പറയാനുള്ളത്.